ഇതിപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. അതിൽ കുറേ ഉണ്ട്. അതിലിപ്പോൾ ഒന്ന്, ഒരു മകനെ തല്ലാൻ വേണ്ടി കൂട്ടി വെക്കുക, കൈകൊണ്ട് മാന്തുക. അതൊരു സംഭവം എങ്ങനെ വെച്ചത്. ഇനി എറണാകുളത്തേക്ക് വന്നാൽ അവിടെ 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിൽ. എളമക്കര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കുട്ടിയുടെ തല ചുവരിൽ ഇടിപ്പിക്കുകയും ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട്. അമ്മയ്ക്കൊപ്പം കുട്ടി കിടന്നതാണ് ആൺ സുഹൃത്തിന്റെ പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. 2 ദിവസം മുൻപാണ് കൊച്ചിയിൽ ക്രൂരമായി സംഭവം ഉണ്ടായത്. 12 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത് കുട്ടിയുടെ അമ്മയും ആൺ സുഹൃത്തും ചേർന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി അമ്മയ്ക്കൊപ്പം കിടക്കണമെന്ന് വാശി പിടിച്ചതിൽ ആൺ സുഹൃത്ത് പ്രകോപിതനായ കുട്ടി മതിക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കുട്ടിയെ അമ്മയ്ക്കൊപ്പം കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ഇടത് കൈ പിടിച്ചു തിരിക്കുകയും കുട്ടിയുടെ തല ഭിത്തിയോട് ചേർത്ത് അമർത്തുകയും ചെയ്തു. അങ്ങനെ തല വാഷ്റൂമിന്റെ ഡോറിൽ പോയി ഇടിക്കുകയും കുട്ടിയെ പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷം കുട്ടിയും അമ്മയും അടുത്ത മുറിയിലേക്ക് മാറി വീണ്ടും ഇയാൾ പ്രകോപനമായി പിന്നാലെ എത്തുകയും കുട്ടിയെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അമ്മ കടന്നില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടിയുടെ നെഞ്ചത്ത് നഖങ്ങൾ കൊണ്ട് മാന്തിയ പാടുകളുണ്ട്. ഇങ്ങനെ മാന്തിയത് അമ്മയാണെന്നാണ് പോലീസ് എഫ്ഐആർ പറയുന്നത്. എന്നാൽ അമ്മ ഈ ആക്രമണം തടഞ്ഞില്ല മാത്രമല്ല കുട്ടി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് എഫ്ഐആറിൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആശുപത്രി അധികൃതരാണ് പോലീസിന് വിവരം നൽകിയത്. ഇപ്പോൾ അമ്മയെ 1-ാം പ്രതിയാക്കിയും അമ്മയുടെ ആൺ സുഹൃത്തിനെ 2-ാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാലും 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കുട്ടി നിൻ്റെ ഒപ്പല്ലാണ്ട് ആരപ്പം കിടക്കുക. പിന്നെ മീഡിയാസിനോട് ഈ പേരൊക്കെ പുറത്ത് വിടണം. ഞാൻ ഫോട്ടോ ഇതിൽ വയ്ക്കുന്നുണ്ട്. എന്താ ഈ പേരൊക്കെ പുറത്ത് വിടുക. കാരണം ഇതൊന്നും അടച്ചു വെക്കേണ്ട കേസല്ല. ഇങ്ങനത്തെ തെണ്ടിത്തരം ചെയ്ത ആൾക്കാരെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മീഡിയാസിൻ്റെ ഇത്. അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഈ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന ഈ ഫെമിനിസ്റ്റുകളെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യണം. അല്ലാണ്ട് ഫെമിനിസ്റ്റാണ്, അതൊരു പുരോഗമനവാദിയാണെന്ന് പറഞ്ഞിട്ട് അടച്ചു വെക്കില്ലേ. ഇങ്ങനത്തെ പുരോഗമനത്തിൻ്റെ ഫേക്ക് മുഖം പുറത്ത് കാണണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതാണ് പുരോഗമനം. അതായത് സ്വന്തം മകൻ്റെ മുന്നിൽ ഒരു ആൺ സുഹൃത്തായിട്ട് കഴപ്പ് കാണിക്കുന്നതാണോ പുരോഗമനം? അല്ലല്ലോ. നിനക്കൊന്നും ജനിപ്പിച്ചില്ല. അപ്പോൾ ജനിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ അത് നോക്കാൻ പറ്റില്ല എങ്കിൽ വല്ല ഓർഫനേജിലോ അല്ലെങ്കിൽ വല്ല മാതാപിതാക്കൾക്ക് കൊടുക്കുക. ഇഷ്ടം പോലെ പേരുണ്ട്. അതായത് കുഞ്ഞുങ്ങളില്ലാതെ ഒരു കുഞ്ഞിനെ കിട്ടണം, നമുക്ക് വളർത്തണം, നമുക്ക് സന്തോഷത്തോടെ ഒരു കുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നാട്ടുകാർ, കുറേ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ആലോചിക്കുക. എന്നിട്ട് നിനക്കിങ്ങനെ നടന്ന കുഴപ്പമില്ല. അതൊക്കെ നിൻ്റെ ലൈഫ്, നിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം, അത് ആരായിക്കോട്ടെ. പക്ഷെ ഇങ്ങനത്തെ നെറികേട് ചെയ്യാണ്ടിരിക്കുക. ഞാൻ ആ കുട്ടിയുടെ ജീവിതകാലം കൊണ്ട് ട്രോമയ്ക്കുള്ള ഒരു വിത്ത് പാകി. ഇനി അവൻ്റെ ഇത് വളർന്നുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് എപ്പോഴും അവൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് ഇങ്ങനെ ഓർക്കുക. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. ഏതൊരമ്മമാരും നമ്മളെ കുട്ടികളുടെ ശ്രദ്ധിക്കുക, അവരെ നന്നായി നോക്കുക, നല്ലൊരു പാരൻ്റ് ആവുക. ഇങ്ങനത്തെ നെറികേടുകളൊക്കെ പുറത്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരെ മുഖം കാണിക്കുക. മാക്സിമം ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഗവൺമെൻറ്റോ ആരാച്ച ഇങ്ങനത്തെ സംഭവങ്ങൾ പ്രതികരിക്കാണ്ടിരുന്നെങ്കിൽ പിന്നെ എവിടെ പ്രതികരിക്കുക. ഓക്കെ, അപ്പോൾ അതാണെന്ന് പറയാനുള്ളത്. ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം ചെറിയ കുട്ടികളല്ലേ, അവർക്ക് ഇനി വളർന്നു വരുമ്പോൾ അവർ ആരൊക്കെ ആയിത്തീരുന്ന ആർക്കും അറിയില്ല. ഇങ്ങനത്തെ ട്രോമാസ് ആയിരിക്കും അവരെ ആരൊക്കെ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം.